നമസ്കാരം. കഴിഞ്ഞ വർഷമായിരുന്നു ആര്യ ബഡായുടെ വിവാഹം. മുൻ ബിഗ് ബോസ് താരവും അവതാരകരും ഡിജെയും സുഹൃത്തുമായ സിബിൻ ബെഞ്ചമിനാണ് ആര്യ വിവാഹം കഴിച്ചത്. തിരുവനന്തപുരത്ത് ആഘോഷപൂർവ്വം ഹിന്ദു ക്രിസ്ത്യൻ മതാചാരപ്രകാരമായിരുന്നു വിവാഹം. ആര്യയുടെ രണ്ടാം വിവാഹമായിരുന്നു സിബിനുമായി നടന്നത്. ആദ്യ വിവാഹം പ്രണയ വിവാഹമായിരുന്നു. സ്കൂൾ കാലം മുതൽ പരിചയമുള്ള സുഹൃത്തും നടി അർച്ചന സുശീലിന്റെ സഹോദരനുമായ രോഹിത് സുശീലിനെയായിരുന്നു ആര്യയുടെ ആദ്യ ഭർത്താവ്. 20കളുടെ തുടക്കത്തിൽ തന്നെയായിരുന്നു ആദ്യ വിവാഹം. പിന്നാലെ റോയ എന്ന മകളും പിറന്നു. ശേഷം ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞാണ് ഇരുവരും വേർപിരിഞ്ഞത്. ഇപ്പോഴിതാ ആ വിവാഹമോചനത്തെക്കുറിച്ച് നടി അർച്ചന സുശീലൻ പറയുന്ന വാക്കുകളാണ് വൈറലായി മാറുന്നത്. മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായിരുന്നു നടി അർച്ചന സുശീലൻ. ടെലിവിഷൻ സീരിയലുകളിൽ വില്ലത്തി വേഷം ചെയ്യുന്ന അഭിനേത്രികളിൽ അർച്ചനയോളം സ്വീകാര്യത ലഭിച്ച മറ്റൊരാളുണ്ടാവില്ല. വിവാഹശേഷം അമേരിക്കയിൽ സെറ്റിൽഡായ നടി 5 വർഷമായി അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. എന്നിരുന്നാലും സോഷ്യൽ മീഡിയ വഴി ആരാധകരുമായി സംവദിക്കുകയും വിശേഷങ്ങൾ പങ്കിടുകയും ചെയ്യാറുണ്ട്. ഇപ്പോഴും ഞാൻ ആളുകൾക്ക് ഗ്ലോറിയാണ്. അർച്ചന എന്നാണ് പേരെന്ന് പറഞ്ഞാലും സംശയത്തോടെ അവർ നോക്കും. ഗ്ലോറി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയാൽ അവർക്ക് പെട്ടെന്ന് തന്നെ ഓർമ്മ വരും. ഞാൻ ഫീൽഡ് വിട്ടിട്ട് ഏകദേശം 5 വർഷമായി. US സെറ്റിൽഡായി വിവാഹം കഴിഞ്ഞു. ഒരു മകനുണ്ട്. എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാമെന്നും അഭിമുഖത്തിൽ അർച്ചന പറഞ്ഞു. 11ാം ക്ലാസ് മുതൽ അഭിനയിക്കുന്നുണ്ട്. ഞാനൊക്കെ അഭിനയിച്ചിരുന്ന സമയത്ത് യൂട്യൂബ് നോക്കി പഠിക്കാനൊന്നും സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ അഭിനയം പഠിച്ചത് മറ്റുള്ള മുതിർന്ന താരങ്ങൾ അഭിനയിക്കുന്നത് കണ്ടാണ്. ഇപ്പോൾ എന്തിനും ഏതിനും ഗൂഗിൾ ഉണ്ടല്ലോ. ഞാൻ ഇതുവരെ ചെയ്ത പ്രൊജക്റ്റുകളിൽ ഒന്നിനെക്കുറിച്ച് ഓർത്തും എനിക്ക് കുറ്റബോധമില്ല. മാതാപിതാക്കൾ വളരെ സപ്പോർട്ടീവായിരുന്നു. പ്രൊജക്ട്സ് സെലക്ട് ചെയ്യും മുമ്പ് അവരുമായി ഡിസ്കസ് ചെയ്യുമായിരുന്നു. സീരിയൽ വഴിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹവും പ്രശസ്തിയും ലഭിച്ചത്. ഭാഗ്യവതിയാണ് ഞാനെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുപോലെ ബിഗ് ബോസ് എൻ്റെ ലൈഫ് മാറ്റി. ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി. സീരിയൽ ഞാൻ വിടുമെന്ന് കരുതിയിരുന്നില്ല. വയസ്സായി നര വന്ന അമ്മച്ചി റോളുകൾ ചെയ്യുമെന്നുമാണ് കരുതിയത്. അതായിരുന്നു പ്ലാനിങ്. മാനസപുത്രയിൽ വില്ലത്തെ റോൾ തുടരെ ചെയ്ത് ചെറിയ പ്രശ്നങ്ങൾ പോലും ഞാൻ വയലന്റ് ആകുമായിരുന്നു. ഗ്ലോറിയിലേക്ക് ഞാൻ ലയിച്ചുപോയി. അതുപോലെ ഗ്ലോറിയായി അഭിനയിച്ചിരുന്ന സമയത്ത് പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോൾ അമ്മച്ചിമാരിൽ നിന്ന് എനിക്ക് അടി കിട്ടിയിട്ടുണ്ട്. അന്ന് പാപ്പരാസികൾ ഇല്ലാതിരുന്നത് കൊണ്ട് അതൊന്നും പുറത്തു വന്നില്ല. ആ കഥാപാത്രത്തോടുള്ള ദേഷ്യം കൊണ്ട് അവർ അടിക്കുന്നതാണെന്നും അർച്ചന സീരിയൽ രംഗത്ത് സജീവമായിരുന്ന കാലത്തെ ഓർമ്മകൾ പൊടി തട്ടിയെടുത്തുകൊണ്ട് പറഞ്ഞു. അതുപോലെ അർച്ചനയുടെ സഹോദരൻ രോഹിത് ആയിരുന്നു ആര്യ ബഡായുടെ ആദ്യ ഭർത്താവ്. ആര്യയും രോഹിതും വേർപിരിഞ്ഞുവെങ്കിലും അർച്ചന ആര്യയുമായുള്ള സൗഹൃദം ഉപേക്ഷിച്ചിട്ടില്ല. ഇന്നും അത്ഭുതത്തോടെയാണ് എക്സ് നാത്തൂന്മാരുടെ സ്നേഹവും സഹകരണവും ആരാധകർ വീക്ഷിക്കുന്നത്. ഏറെ നാളുകൾക്ക് ശേഷം കേരളത്തിലെത്തിയ അർച്ചന ആദ്യം ഓടി എത്തിയതും ആര്യയെ കാണാനാണ്. ഞങ്ങൾ എക്സ് നാത്തൂന്മാരാണെങ്കിലും ഒന്നും മാറിയിട്ടില്ല. എല്ലാം പഴയതുപോലെയാണ്. ഉയർച്ചയിലും താഴ്ചയിലും പരസ്പരം താങ്ങായി നിൽക്കാറുണ്ട്. ഞാൻ എങ്ങനെയാണോ ആര്യയെ കണ്ടിരുന്നത് അതിൽ ഇതുവരെയും ഒരു മാറ്റം വന്നിട്ടില്ല. എൻ്റെ സുഹൃത്തിന് ഞാൻ കൊടുക്കുന്ന വാല്യൂ ആണത്. ആര്യ ഞാൻ ഇഷ്ടപ്പെടുന്ന രീതിക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഞാൻ കാരണമോ ആര്യ കാരണമോ ഒന്നുമല്ലല്ലോ ഒന്നും സംഭവിച്ചത്. പണ്ടും ഇപ്പോഴും ഭയങ്കര കംഫർട്ടായി സംസാരിക്കാൻ തോന്നുന്ന വ്യക്തിയാണ് ആര്യ. വളരെ നൈസ് ഗേളാണ്. ജീവിതത്തിലെ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് തീരുമാനങ്ങൾ മാറും. അതിലൊന്നും പറയാൻ പറ്റില്ലല്ലോ. അവളുടെ വ്യക്തിത്വം മാറിയിട്ടില്ല. അതെനിക്ക് വളരെ ഇഷ്ടമാണെന്നും അർച്ചന പറയുന്നു. 18 വർഷത്തോളം അഭിനയ മേഖലയിൽ സജീവമായിരുന്നു നടി അർച്ചന. സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും സീരിയലുകളാണ് അർച്ചനയ്ക്ക് പേരും പ്രശസ്തിയും ലഭിക്കാൻ കാരണമായത്. പാതി മലയാളിയും പാതി നേപ്പാളിയുമായ താരത്തിന് കലാമേഖലയിൽ മുന്നേറാൻ എന്നും പ്രോത്സാഹനം നൽകിയത് മാതാപിതാക്കളായിരുന്നു. അതിന് അർച്ചന തെരഞ്ഞെടുത്തതും മലയാളം ഇൻഡസ്ട്രി തന്നെയായിരുന്നു. +1 വിദ്യാർത്ഥിനിയായിരിക്കുമ്പോൾ മുതൽ അഭിനയം, മോഡലിംഗ് എല്ലാം ചെയ്തു തുടങ്ങി. അർച്ചനയുടെ സ്കൂൾ പഠനം പല നാടുകളിലായിരുന്നു. അച്ഛൻ CRPFിലായിരുന്നു. അമ്മയുടെ അച്ഛനും സൈനികനായിരുന്നു. ഇരുവരും മധ്യപ്രദേശിൽ ജോലി ചെയ്യുന്ന സമയത്തുള്ള പരിചയമാണ് വിവാഹത്തിലേക്ക് എത്തിയത്. സ്കൂൾ വിദ്യാഭ്യാസം തീരാറായപ്പോഴാണ് താരകുടുംബ സമേതം കൊല്ലത്ത് വന്ന് സെറ്റിൽഡായത്. അതിനുശേഷമാണ് മിനിസ്ക്രീൻ സജീവമായത്. അർച്ചന ജനിച്ചത് മധ്യപ്രദേശിലാണ്. എന്നിരുന്നാലും അസലായി മലയാളം കൈകാര്യം ചെയ്യും. കഴിഞ്ഞ 5 വർഷമായി അർച്ചന അഭിനയരംഗത്ത് സജീവമല്ല. വിവാഹശേഷം ഭർത്താവ് പ്രവീണിനൊപ്പം അർച്ചന അമേരിക്കയ്ക്ക് പറന്നു. ഇപ്പോൾ ഇരുവർക്കും ഒരു മകനുണ്ട്. ജീവിതത്തിൽ കുടുംബിനി റോളിൽ തിളങ്ങുകയാണ് അർച്ചന. സീരിയൽ വിട്ടു പോകേണ്ടി വന്നതിൽ നിരാശ തോന്നിയിട്ടുണ്ടെന്ന ചോദ്യത്തിനും അർച്ചന മറുപടി നൽകി. അമേരിക്കൻ ജീവിതം നൽകുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് നടി മനസ്സ് തുറന്നത്. സീരിയൽ വിട്ട് US പോയതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. പ്രൈവസി ലൈഫിൽ ഉണ്ടായിരുന്നില്ലല്ലോ. കേരളത്തിലായിരിക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല ഡ്രസ്സ് ധരിച്ച് നന്നായി ഒരുങ്ങി വേണം ഇറങ്ങാൻ. ഞാൻ ഇറങ്ങിയില്ലെങ്കിൽ അമ്മ പോലും വഴക്ക് പറയുമായിരുന്നു. US പോയ ശേഷം അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അവിടെ ആർക്കും എന്നെ അറിയില്ല. ഏത് വസ്ത്രം ധരിച്ചും പുറത്തിറങ്ങാം. ആ ഒരു സ്വാതന്ത്ര്യം അവിടെയുണ്ട്. ലൈഫിൽ കുറച്ചുകൂടി സ്വാതന്ത്ര്യം ആസ്വദിച്ചു തുടങ്ങി. എപ്പോഴും മേക്കപ്പ് ഇടേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് സ്കിന്നും മെച്ചപ്പെട്ടു. നടിയായി സജീവമായിരുന്നപ്പോൾ രാവിലെ മുതൽ മേക്കപ്പും ലൈറ്റ്സും എല്ലാത്തിനും ഒപ്പമായിരിക്കുമല്ലോ. ചർമ്മത്തിന് ഒരുപാട് പ്രശ്നങ്ങളും വരുമായിരുന്നു. അമേരിക്കയിലെ കാലാവസ്ഥയും നല്ലതാണ്. വിയർക്കുന്നില്ല. സ്കിന്നും നന്നായി തന്നെ ഇരിക്കും. എല്ലാവരുടെയും വിചാരം അമേരിക്കയിൽ പോയ ശേഷം ഞാൻ എപ്പോഴും പാർലറിലാണെന്നാണ്. വെള്ളം, കാലാവസ്ഥ എല്ലാം അവിടെ നല്ലതാണെന്നും അർച്ചന പറയുന്നു. മലയാളം ഇൻഡസ്ട്രിയിൽ ഒരു കാലത്ത് തിളങ്ങി നിന്നിരുന്ന ഭൂരിഭാഗം നടിമാരും വിവാഹശേഷം വിദേശ രാജ്യങ്ങളിൽ സെറ്റിലായി കഴിഞ്ഞു.
അർച്ചനയും അവരിൽ ഒരാളാണ്. സീരിയൽ വിട്ടുവെങ്കിലും ഗ്ലോറിയെ സ്നേഹിക്കുന്നവർക്കായി എല്ലാ വിശേഷങ്ങളും അർച്ചന സോഷ്യൽ മീഡിയ പേജ് വഴി പങ്കിടാറുണ്ട്. അഭിനയത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകളെക്കുറിച്ചൊന്നും അർച്ചന സംസാരിച്ചില്ല. മകനും ഭർത്താവും സമാധാനം നിറഞ്ഞ ദാമ്പത്യവുമെല്ലാമാണ് അർച്ചനയുടെ ഇപ്പോഴത്തെ സന്തോഷം. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഒരു അഭിമുഖത്തിൽ അർച്ചന പ്രത്യക്ഷപ്പെടുന്നത്. നടിയുടെ ആദ്യ വിവാഹം മനോജ് യാദവുമായിട്ടായിരുന്നു. അതൊരു പ്രണയ വിവാഹമായിരുന്നു. എന്നാൽ ദീർഘനാൾ ആ ബന്ധം നിലനിന്നില്ല. പിന്നാലെ ഇരുവരും വേർപിരിഞ്ഞു. അർച്ചന വീണ്ടും സീരിയൽ റിയാലിറ്റി ഷോയുമായി സജീവമായി. പിന്നീട് കോവിഡ് വന്ന സമയത്താണ് താരം വീണ്ടും ഒരു വിവാഹം, പങ്കാളി എന്നിവയെക്കുറിച്ച് ആലോചിക്കുന്നതും പ്രവീൺ ജീവിതത്തിലേക്ക് വരുന്നതും. മാട്രിമോണിയാണ് ഇരുവരെയും യോജിപ്പിച്ചത്. നടിയാണ് അർച്ചനയെന്ന് അറിയാതെയാണ് പ്രവീൺ പ്രപ്പോസലുമായി മുന്നോട്ട് പോയത്. അത് തന്നെയാണ് അർച്ചനയെ ആകർഷിച്ചതും.